എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2023-24 വർഷത്തെ ദേശീയ കരകൗശല പുരസ്കാരത്തിന് അർഹനായ സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ് കലാകാരൻ ആരാണ്? പി. രാധാകൃഷ്ണപിള്ള. 2023-24 വർഷത്തെ ദേശീയ കരകൗശല പുരസ്കാരത്തിന് അർഹനായ സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ് കലാകാരനാണ് പി. രാധാകൃഷ്ണ പിള്ള. ടെറാക്കോട്ട ക്രാഫ്റ്റ് വിഭാഗത്തിൽ ദേശീയ കരകൗശല പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? VK ജയൻ. VK ജയനാണ് ടെറാക്കോട്ട ക്രാഫ്റ്റ് വിഭാഗത്തിൽ ദേശീയ കരകൗശല പുരസ്കാരം ലഭിച്ച മലയാളി. പാഡി സ്ട്രോ വർക്ക് എന്ന കലാരൂപത്തിന് ദേശീയ കരകൗശല പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? കെ. സുലൈമാൻ കുട്ടി. കെ. സുലൈമാൻ കുട്ടിയാണ് പാഡി സ്ട്രോ വർക്ക് എന്ന കലാരൂപത്തിന് ദേശീയ കരകൗശല പുരസ്കാരം നേടിയ വ്യക്തി. 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നുമാലിഗഡ് റിഫൈനറി. 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനമാണ് നുമാലിഗഡ് റിഫൈനറി. കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? നെട്ടുകാൽത്തേരി. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലാണ് കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത്. 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിക്കാണ് 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത്. 2026 T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി താരം സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2026 T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി താരം. ഇന്ത്യയിലെ ആദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഊർജ മ്യൂസിയം നിലവിൽ വരുന്നത്. സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് യങ് ഇന്ത്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് കേരള സംസ്ഥാനമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരമായി വികസിപ്പിക്കുന്നത് ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൗ നഗരത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരമായി വികസിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററായ സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരാണസി. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററായ സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത് വാരാണസിയിലാണ്. കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത എന്ന പദ്ധതിയാണ് കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പദ്ധതി. ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ലേക്ക് ടൗൺ. കൊൽക്കത്തയിലെ ലേക്ക് ടൗണിലാണ് ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്.
2026 ICC പുരുഷ T20 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2026 ICC പുരുഷ 2020 ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യത്തിൻ്റെ പേരെന്ത്? വീനസ് മിഷൻ. പേര് ശുക്രയാൻ 1. ശുക്രയാൻ 1 ആണ് ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ശുക്ര ദൗത്യം. 67ാമത് മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ്. ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സന്നദ്ധ സംഘടനയാണ് 67ാമത് മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സ്റ്റാർസ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. സ്റ്റാർസ് എന്ന പദ്ധതിയാണ് പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് സുധാൻഷു ധൂലിയ. ജസ്റ്റിസ് സുധാൻഷു ധൂലിയയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ N. ജയൻ, പ്രദീപ് തലാപ്പിൽ. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞരാണ് N. ജയനും പ്രദീപ് തലാപ്പിലും. 2026 നടക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2026 നടക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിച്ച സംരംഭം പ്രൊജക്റ്റ് സൺകാച്ചർ. പ്രൊജക്റ്റ് സൺകാച്ചറാണ് ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിച്ച സംരംഭം. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും കുട്ടികളെയും കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട രീതികളെക്കുറിച്ച് പോലീസുകാർക്ക് ലിംഗബോധവൽക്കരണ പരിശീലനം നൽകുന്നതിനായി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ബോധ്യം. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും കുട്ടികളെയും കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട രീതികളെക്കുറിച്ച് പോലീസുകാർക്ക് ലിംഗബോധവൽക്കരണ പരിശീലനം നൽകുന്നതിനായി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബോധ്യം. യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് RTRS പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യ. യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ഇന്ത്യയാണ്. 2025 സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി 2025 സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത്. ഇന്ത്യ 2025-2029 വരെയുള്ള കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ്. ഇന്ത്യയെ 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലേക്ക് യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുത്തത്. ഏഷ്യയിലെ ആദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷിസങ്കേതമായ ചരൈചുങ് റോയൽ ബേർഡ് സാങ്ച്വറി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ചരൈചുങ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? മാജുലി ദ്വീപ്.
അസമിലെ മാജുലി ദ്വീപിലാണ് ഏഷ്യയിലെ ആദ്യത്തെ സംരക്ഷിത രാജകീയ പക്ഷിസങ്കേതമായ ചരൈചുങ് റോയൽ ബേർഡ് സാങ്ച്വറി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ചരൈചുങ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ 2026 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022 മുതൽ 23 വരെയുള്ള കാലയളവിലെ GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ അബ്ദുള്ള അബൂബക്കർ, VK വിസ്മയ. അബ്ദുള്ള അബൂബക്കറും VK വിസ്മയമാണ് 2022-23 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2023-24 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. മുഹമ്മദ് അജ്മലും ആൻസി സോജനുമാണ് 2023-24 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. 2024-25 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ മുഹമ്മദ് അഫ്സൽ, PK ഐശ്വര്യ. മുഹമ്മദ് അഫ്സലും PK ഐശ്വര്യയുമാണ് 2024-25 GV രാജ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ. UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ല് ഏതാണ്? വിക്ഷിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ. വിക്ഷിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബില്ലാണ് UGC, AICTE, NCTE എന്നിവയ്ക്ക് പകരമായി ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ രൂപീകരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ബില്ല്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഐച്ചി നാഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയ എന്നിവയാണ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിനാണ് 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. ഡോക്ടർ MR രാഘവ വാര്യരാണ് 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മമ്മൂട്ടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 2024 പുറത്തിറങ്ങിയ ചിത്രമാണ് ഭ്രമയുഗം. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2026 മാർച്ച് 6 പാറതുറയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത ഏതെല്ലാം ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? വയനാടിനെയും കോഴിക്കോടിനെയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2026 മാർച്ച് 6 പാറതുറയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത വയനാട്, കോഴിക്കോട് ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരെല്ലാമാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. കലാമേഖലയിൽ നിന്നും രാജശ്രീ വാര്യറും കൃഷി മേഖലയിൽ നിന്നും PB അനീഷിനുമാണ് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ ആദ്യമായി കവച് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുന്ന റെയിൽവേ പാത ഏതാണ്? എറണാകുളം ഷൊർണൂർ റെയിൽവേ പാത. എറണാകുളം ഷൊർണൂർ റെയിൽവേ പാതയാണ് കേരളത്തിൽ ആദ്യമായി കവച് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുന്ന റെയിൽവേ പാത. രാജ്യത്തെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ്
ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? കൊല്ലം ജില്ലയാണ് രാജ്യത്താദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്, ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനായി കേരള സർക്കാർ 2025 പുതുക്കിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പദ്ധതി ഏതാണ്? ലൈഫ് മിഷൻ ഘട്ടം 4. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനായി കേരള സർക്കാർ 2025 പുതുക്കിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ ഘട്ടം 4. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി ആരാണ്? ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി. 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി? VS അച്യുതാനന്ദനാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി. കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? N. പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം N. പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം? യമൻ. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദിത്വ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. ലോകത്തിലെ ആദ്യത്തെ ലോക തടാക ദിനം വേൾഡ് ലേക്ക് ഡേ ആചരിച്ചത് എന്നാണ്? 2025 ഓഗസ്റ്റ് 27. 2025 ഓഗസ്റ്റ് 27 ലോകത്തിലെ തന്നെ ആദ്യത്തെ ലോക തടാക ദിനമായി വേൾഡ് ലേക്ക് ഡേ ആയി ആചരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് എവിടെയാണ്? ഹുബ്ബള്ളി. കർണാടക സംസ്ഥാനത്തിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.